ഈശ്വരനോളം കാരുണ്യം ആർക്കുമില്ല. അങ്ങനെയുള്ള മനുഷ്യനെ കേൾക്കണേ, വളരെ രസമാണ്. ഭഗവാനെ അദ്വയൻ, അനാദി, അനന്തൻ, അജൻ, അവ്യയൻ, ആത്മാരാമൻ, തത്വാത്മാ, സച്ചിന്മയൻ, സകളാത്മകനീശൻ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം. അങ്ങനെയുള്ള തത്വാത്മാവായ ശ്രീരാമനെ വെറും മാനുഷനെന്നു സങ്കൽപ്പിച്ച് ഭജിക്കുന്നവരൊക്കെ അജ്ഞാനികളാണ് എന്നാണ് രാമായണം പറയുന്നത്. ഇവിടെ ഈ ഫോട്ടോ വെച്ചൊക്കെ പൂജിക്കുമ്പോഴും നിങ്ങൾ കൂടുതലൊരു അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. അങ്ങനെ കേവലം രാമനെ ഒരു മനുഷ്യനായി കാണുന്നവരെയൊക്കെ രാമായണം വിളിക്കുന്നത് അജ്ഞാനികളാണ്. അതിൽ നിന്ന് ഉയരൂ എന്നാ പറയുന്നത്. രാമനെ ഒരു വിഗ്രഹത്തിൽ ഒതുക്കി നിർത്തരുത്. രാമനെ എങ്ങോട്ട് കൊണ്ടുവരണം? പരമാത്മാവായി സ്വന്തം നമ്മുടെ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ചൈതന്യമായിട്ട് നിൽക്കുന്നവനാണ് ശ്രീരാമനെന്ന് തിരിച്ചറിഞ്ഞാലും. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിന്റെ വിദ്യയുടെ പേര് ആത്മവിദ്യ എന്നാണ്. ഈ കഥ പറയാൻ അല്ല ഭാഗവതവും രാമായണവും രചിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള തത്വങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. അല്ലെങ്കിൽ കഥ പറയാൻ ഏത് പൊട്ടനും സാധിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയുന്ന ആചാര്യനെ സൂതൻ എന്ന് വിളിച്ചത്. സൂതൻ എന്ന് പറഞ്ഞ സാരഥിയാണ്, നയിക്കുന്നവനാണ്. ഈശ്വരനിലേക്ക് നയിക്കുന്നവരെയാണ് സൂതന്മാർ. അല്ലെങ്കിൽ സൂതൻ എന്ന് പറയുന്ന സൂത ശൗനക സംവാദമാണത്. ഈ പ്രാവശ്യം മള്ളിയൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു തിരുമേനിയുടെ പിറന്നാളാഘോഷം ഉണ്ടായിരുന്നു. ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു അവിടെ കേരളത്തിലെ. അവിടുത്തെ ആചാര്യന്മാരിൽ പ്രധാനികളായ ചിലരോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു പ്രധാന കാര്യം ഉടനെ ചെയ്യേണ്ടത് ഭാഗവതം പ്രചരിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം ഭാഗവതം പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാർക്ക് എന്തു പറയണമെന്ന് പറഞ്ഞു കൊടുക്കലാണ്. ഈ കഥകൾ പറഞ്ഞു പോകുന്ന നല്ല ഭാഗവതം അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കുറേയും കൂടിയും ആധ്യാത്മിക തത്വങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരണമെങ്കിൽ അത് പറയുന്ന ആചാര്യന്മാർക്കും അതിനെക്കുറിച്ച് വേണ്ടത്ര അറിവും ഗഹനമായ കഴിവും ഉണ്ടായിരിക്കണം. അതില്ലാത്തവരത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ആളുകളെ വഴിതെറ്റിക്കാൻ എളുപ്പം സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കഥ പറഞ്ഞു പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠം കഥ പറയുന്നതിന്റെ പിന്നിലുള്ള തത്വങ്ങളെ കൂടി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് എന്ന് അവിടെ വെച്ച് സൂചിപ്പിക്കണ്ടേ. അപ്പൊ അവര് പറയുന്നുണ്ട് നമുക്കത് വേണം എന്നുള്ളത്. പക്ഷെ എളുപ്പവും നല്ലത്. കാരണം ആളുകൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു സർവജ്ഞത വരും. നമുക്ക് ആ വിനയം നഷ്ടപ്പെടും. അപ്പൊ പിന്നെ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കണം. എന്ത്? കഥ കേട്ടുപോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം ഉൾക്കൊള്ളണം. ഇതുപോലെ അമ്പലത്തിൽ തൊഴുതുപോയത് കൊണ്ട് കാര്യമില്ല. കാരണം കുട്ടിക്കാലത്തെ നമ്മൾ ആ ചാനലിലാണ് പോന്നിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്നും ഒരുപടി ഉയരണം. അതെന്താണ്? അങ്ങനെയൊക്കെ നമ്മൾ ഗഹനമായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം ഈശ്വരനുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ. മറ്റ് പല വിധത്തിലുള്ള ഗ്രന്ഥങ്ങളും ഈ ഭാരതത്തിലുണ്ടായിട്ടുള്ള സകല ഗ്രന്ഥങ്ങളും ഭാരതത്തിന് പുറത്തും ഇപ്പൊ ജൈനന്മാരുടേതാവട്ടെ, ബുദ്ധന്മാരുടേതാവട്ടെ, അതുപോലെ തന്നെ ബൈബിൾ ആവട്ടെ, ഖുർആൻ ആവട്ടെ, എന്തും ആവട്ടെ, അതും നമ്മുടെ ഭാരതീയ വേദ സംസ്കാരവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ച് പറയുന്നതാണ്? മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇതില് ഖുർആനിലുള്ളത്. അതുപോലെ ബൈബിൾ എന്ന് പറയുന്നത് ജീസസ് എന്ന് പറയുന്ന അവതാര പുരുഷനിലൂടെ പിതാവിനെ കുറിച്ച്, സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറഞ്ഞ. ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളെയും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അപഗ്രഥിക്കാൻ സാധിക്കും. എന്നാൽ വേദങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ഭാരതീയ സംസ്കാരത്തിലുണ്ടായ ഗ്രന്ഥങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല എന്ന് പറയാണ്. നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞത് ഈശ്വരനെ കുറിച്ചല്ല, ദൈവശാസ്ത്രമല്ല നമ്മുടേത് ആത്മീയ ശാസ്ത്രമാണ്. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്.
അപ്പൊ വേദങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചത് ദൈവത്തിന്റെ നേരെയല്ല, അതെല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആത്മാവിന്റെ നേരെയാണ്. അവിടെ വെച്ചാണ് ഋഷി പറയുന്നത് ത്വം തത് അസി. നിന്നിലിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് ഈശ്വരൻ. ഈശ്വരൻ നിന്നിലാണ് എന്നല്ല പറഞ്ഞത്, നിന്നിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വരൻ. ഇത്ര വ്യത്യാസമുണ്ടോ നോക്കൂ. ഇത് പറയുമ്പോണ്ടല്ലോ എന്റെ ആത്മാവാണ് ഈശ്വരൻ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോ എന്റെ മനസ്സിന് നല്ലവണ്ണം എന്തുകൂടണം? ഈശ്വരൻ കൂടെയുണ്ട് എന്ന ബോധത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കാനുള്ള ശക്തി വരണം. ഈ ശക്തി നമുക്കുണ്ടാവാത്തതിന് കാരണം ആത്മാവിനെ നമ്മൾ ആരായി കാണുന്നില്ല? ഈശ്വരനായി കണ്ട് ഭജിക്കുന്നില്ല. അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട്, അതുകൊണ്ട് മാത്രം നമുക്ക് ശക്തി കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? അതൊരു വിശ്വാസത്തിൽ ഉണ്ടാക്കുന്ന ശക്തി തരും. കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന്. കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മൾ പറയും ഈശ്വര ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു, ഞാൻ എന്ത് പിഴയാണ് അങ്ങോട്ട് ചെയ്തത്, മാസം മാസം വെളിച്ചെണ്ണ തന്നിട്ടില്ലേ, എണ്ണ തന്നിട്ടില്ലേ, കണക്കൊക്കെ പറയാൻ തുടങ്ങും. മുടങ്ങാതെ അഭിഷേകം ചെയ്തിട്ടില്ലേ ഭഗവാനെ എന്ന്. ഭഗവാൻ പറയാം അന്ന് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് എന്ന്. ഇതൊക്കെയാണ് നമ്മൾ കണക്ക് പറയാൻ തുടങ്ങുക. മുടങ്ങാതെ ഞാൻ അത് ചെയ്തിട്ടില്ലേ ഇത് ചെയ്തിട്ടില്ലേ, എന്നിട്ട് എന്നോട് തന്നെ വേണം ഗുരുവായൂരപ്പ. അവിടെ ചെന്നിട്ട് അലറും ചിലത്. കാണാം ഈ സീനുകളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരും പറയുന്നത്. പറയണോ? അതുകൊണ്ടായിരിക്കാം മനുഷ്യൻ തളർന്ന് ജീവിക്കുന്നത്. നേരെ മറിച്ച് തന്റെ ആത്മാവ് തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ ശക്തി മുഴുവൻ എവിടെയുണ്ട്? എന്നിൽ തന്നെ ഉണ്ടെങ്കിൽ ആ ശക്തിയിലേക്ക് എന്നെ ഉയർത്തേണ്ടതും ഞാൻ തന്നെയാണ്, ആ ശക്തിയിൽ ജീവിക്കേണ്ടതും ഞാൻ തന്നെയാണ്. പിന്നെ എവിടെയാണ് നമ്മൾ തളരുന്നത്? മനസ്സിലായില്ലേ? ഇത് കുട്ടിക്കാലത്തെ നമുക്ക് വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അത്. ചിലതെല്ലാം നമുക്ക് പ്രതീകങ്ങളായിട്ട് പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. ഗ്രഹിക്കാൻ പറ്റാത്ത ഒന്നിനെ ഗ്രഹിപ്പിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങളെ പൂർവികന്മാര് സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ പേരാണ് തടസ്ഥ ലക്ഷണം എന്ന്, ശാസ്ത്രദൃഷ്ടിയാണ്. ഇത് നമ്മൾ ചിലപ്പം ചെയ്യാറുണ്ട് ഈ കാര്യങ്ങൾ. അതായത് നമ്മള് നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്ട്രീറ്റിൽ ആരെങ്കിലും ഒരാളുടെ വീട് അന്വേഷിച്ച് വന്നു വിചാരിക്കുക, ആരെങ്കിലും അന്വേഷിച്ച്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്നും നോക്കത്താ ദൂരത്താണ് അയാളുടെ വീടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ മുൻവശത്തുള്ള ഏതെങ്കിലും ഒരു വീട് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറയും, ആ നീല നിറത്തുള്ള വീടില്ലേ, അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വീടാണ് നിങ്ങൾക്ക് പോകേണ്ടത്. നിങ്ങൾ കാണിച്ചു കൊടുത്തത് അയാൾക്ക് പോകാനുള്ള വീടല്ല, നിങ്ങൾ കാണിച്ചു കൊടുത്തത് മറ്റൊരു വീടാണ്. കാണാൻ പറ്റുന്നതൊന്ന് കാണിച്ചു കൊടുത്തു, എന്നിട്ട് കാണാൻ പറ്റാത്തതിലേക്ക് അയാളെ നയിച്ചു. ഇങ്ങനെ കാണാൻ പറ്റുന്നതിനെ ചൂണ്ടിക്കാണിച്ച് കാണാൻ പറ്റാത്തതിലേക്ക് നയിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെ പറയും തടസ്ഥ ലക്ഷണം. ഒന്നിനെ ചൂണ്ടിക്കാണിച്ച് മറ്റൊന്ന് മനസ്സിലാക്കി, അതും ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ചൂണ്ടിക്കാണിച്ചു തരുന്നതോ അതങ്ങനെ മനസ്സിലാക്കാൻ സാധ്യല്ല. അതുകൊണ്ട് ഇവിടെ എളുപ്പമായിട്ടുള്ളൊരു ഉദാഹരണം പറയാണ്, വളരെ രസകരമായിട്ടുള്ള ഉദാഹരണം. പരമാത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇതിനെ കാണാം, ബിംബത്തെയും പ്രതിബിംബത്തെയും കാണാൻ സാധിക്കും. ശ്രീരാമസ്വാമി പറഞ്ഞു, ദാസൻ വരൂ, ഇനി ഞാൻ നിനക്ക് നേരിട്ട് തത്വങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. തന്റെ ശിഷ്യനായിരിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് ആധ്യാത്മിക തത്വങ്ങളെ കാരുണ്യത്താൽ ശ്രീരാമസ്വാമി തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മുടെ പൂർവികന്മാര് പറയും, ഭഗവാൻ നമ്മളോട് കാരുണ്യം കാണിക്കുന്നു എന്ന് എപ്പോഴാണത്രേ നമുക്കറിയാൻ സാധിക്കുക? ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്ന് ഭാഗവതത്തിൽ പറയും. ഭഗവാൻ ഒരാളെ ആത്മീയമായി ഉയർത്താൻ വേണ്ടി അയാൾക്ക് തത്വോപദേശം ആരിലൂടെയെങ്കിലും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അയാളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. തളർന്ന ഉദ്ധവർക്ക് ഭഗവാൻ നേരിട്ട് ഉപദേശം കൊടുത്ത് അയാളെ ഉയർത്തുകയാണ്. ആ ഉദ്ധവരെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് ബദ്രീനാഥിലേക്ക്. ഭഗവാനെ കാണാൻ വേണ്ടി ചെല്ലുന്ന വിതുരർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ സാധിച്ചില്ല. വിതുരോപി ഉദ്ധവൽ ശത്വ, വിതുരിൽ നിന്നും ഉദ്ധവൻ കേട്ടു അത്രേ. എന്താണ്? താൻ കാണാൻ പോകുന്ന ഭഗവാൻ എന്നേക്കുമായി ഭൂമിയെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഇനി ഭൂമിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമില്ല എന്ന് മനസ്സിലാക്കിയപ്പോ കുറേ നേരം ഉദ്ധവര്
ക്രീഡയോപാത്തദേഹസ്യ. മാനുഷ്യരൂപമെടുത്തുകൊണ്ട് അവതാരലീലകളാടിയ കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യം കേട്ടപ്പോ ഉദ്ധവര് കുറെ കരയും. എന്നിട്ട് ചോദിക്കും, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഭഗവാന്റെ വിരഹ സമയത്ത് ആ വിരഹത്തെ സഹിക്കാൻ പറ്റാത്ത തനിക്ക് ഭഗവാൻ തത്വോപദേശം ചെയ്തു എന്നും ഭാഗവത തത്വം പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്നും ആ ഭാഗവത തത്വത്തെ തന്റെ ജീവിതത്തിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി, അതിനെ മനനം ചെയ്യാൻ വേണ്ടി, ആലോചിച്ച് ഉറപ്പിക്കാൻ വേണ്ടി, ജീവിതത്തിൽ അഭ്യസിക്കാൻ വേണ്ടി ഞാൻ ബദരീനാഥിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ അങ്ങയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തന്ന ഭാഗവത തത്വത്തെ എനിക്കും ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ വരുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നോട് പറയാണ്, അങ്ങയ്ക്ക് ഭാഗവത തത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ മൈത്രേയ മഹർഷി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുമ്പോൾ വിതുരർക്ക് സഹിക്കില്ല. അവിടെ വെച്ചുകൊണ്ട് ആ വിതുരര് പ്രേമം കൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് പ്രേമഗദ്ഗതയാ കുറെ നേരം രുരോധ പ്രേമവിക്വല, തന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാ പറയാം. അത്രമാത്രം ഭഗവാന്റെ കാരുണ്യത്തെ ഓർത്ത് വിതുരൻ കരയുമത്രേ. അപ്പൊ ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് തന്റെ ഭക്തനെ ഉയർത്തുന്നതാണ്. ഇതാ ഇവിടെയും ഭഗവാൻ ശ്രീരാമസ്വാമി നേരിട്ട് ഹനുമാൻ സ്വാമി ഉയർത്തുന്നു. അപ്പൊ നമ്മൾ തൊഴുതു പോകുമ്പോഴുണ്ടല്ലോ തിരിച്ചറിയണം, ഈ തൊഴുതുപോയി കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് പറഞ്ഞു പോകുന്നതല്ല ഭക്തി. ഭഗവാനോളം നമ്മുടെ മനസ്സിനെ ഉയർത്തണം. അതിന് നമ്മൾ സത്സംഗങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഉയർത്താൻ വേണ്ടി ഭഗവാൻ തന്നെ വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ പറയണോ, ഭഗവാൻ തന്നെ ഏതെങ്കിലും രൂപമെടുത്ത് വന്ന് നമ്മളെ വേണ്ട വിധത്തിൽ ഉപദേശിച്ചിരിക്കും. നമ്മളതിന് പാത്രീഭൂതരായാൽ, അതാണല്ലോ സീതാദേവിയോട് പറയുന്നത്, നമ്മുടെ തത്വം ഇവൻ അറിയാൻ, ഈ തത്വത്തെ അറിയാൻ പാത്രീഭൂതൻ ഇവൻ എന്നാണ്. ഇവൻ ഇത് കേൾക്കാനുള്ള പാത്രമായി തീർന്നിട്ടുണ്ട്, യോഗ്യത നേടിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജോലി ആ തത്വത്തെ അറിഞ്ഞനുഭവിക്കാനുള്ള യോഗ്യത നേടുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇന്ന് ഭക്തന്മാരെന്ന് പറയുന്നവർ യോഗ്യത നേടാനല്ല ശ്രമിക്കുന്നത്. ഭഗവാന്റെ മുന്നിൽ പോയിട്ട് പലതും യാചിക്കാനും ചോദിക്കാനും സങ്കടം പറയാനുമാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടാൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നൊക്കെ വ്യത്യസ്തമാവും. സങ്കടം പറയാനുള്ള സ്ഥലമല്ല അത്. നമ്മളെ ഭഗവാനിലേക്ക് ഉയർത്താനുള്ള ഒരു കേന്ദ്രമായി തീരും ഇത് അമ്പലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചെന്നൊരു ഭാഗത്തിരുന്ന് നമുക്ക് കുറേ നേരം മനസ്സിനെ ഭഗവത് സ്മരണയിലേക്ക് ഉയർത്താൻ സാധിക്കും. ഏതായാലും ഭഗവാൻ നേരിട്ട് തന്റെ ഭക്തനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്, നോക്കൂ, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിയടോ. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിയടോ. വളരെ ശ്രദ്ധിക്കണേ, ഇത് എളുപ്പം മനസ്സിലാക്കാം. പക്ഷേ ഇത് ഗ്രഹിക്കണമെങ്കിൽ നല്ല പ്രയാസമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ബിംബത്തിന്റെ പ്രതിബിംബം, ബിംബത്തിനെ പരമാത്മാവായും പ്രതിബിംബത്തെ ജീവാത്മാവായും സങ്കല്പിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ബിംബം പ്രതിബിംബമാകുന്നത് എപ്പോഴാണ്? ബിംബം പ്രതിബിംബമാകുന്നത് എപ്പോഴൊക്കെയാണ്? അതിന് പ്രതിബിംബിക്കാനൊരു പ്രതലമുള്ളപ്പോഴാണ്, അല്ലേ? ഇപ്പൊ പ്രതിബിംബിക്കാൻ വെള്ളമോ ഗ്ലാസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ സൂര്യന്റെ ബിംബം അതെടുത്താൽ വേഗം മനസ്സിലാവും. അപ്പൊ വെള്ളമാകുന്ന ഒരു പ്രതലമുണ്ടെങ്കിൽ സൂര്യന്റെ ബിംബം വെള്ളത്തിൽ എന്തായി മാറും? പ്രതിബിംബമായി മാറും. ഇനി നിങ്ങൾക്കൊരു പ്രത്യേകത കാണാം. അതെന്താണ്? പ്രതലം പോയാൽ ബിംബവും പോവോ? ബിംബം അപ്പോഴും ഉണ്ടാവും, പ്രതിബിംബം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ശരിക്കും ഒന്നേ ഉള്ളൂ, ബിംബമേ ഉള്ളൂ. ഏതില്ല? ആ പ്രതിബിംബത്തിന് പ്രതിബിംബമായി നിലനിൽപ്പ് കൊടുക്കുന്നത് ബിംബമല്ല, ബിംബം മാത്രമല്ല, അതിനെ പ്രതിബിംബിക്കാനൊരു മീഡിയം ആവശ്യമുണ്ട്. മനസ്സിലായല്ലോ?
ഇനി വെള്ളം ആകുന്ന മീഡിയം ഇളകുമ്പോ ബിംബം ഇളകും, അപ്പൊ പ്രതിബിംബം ഇളകും. ഇളകോ? ഓ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ബിംബം ഇളകില്ല, ആരിളകും? പ്രതിബിംബം ഇളകും. അങ്ങനെയല്ലേ? എന്നാൽ ശരിക്കും ബിംബം ഇളകാത്തത് കൊണ്ട് ആരും ഇളകാൻ പാടില്ല, പ്രതിബിംബം ഇളകാൻ പാടില്ല. പക്ഷെ പ്രതിബിംബത്തെ ആരാ ഇളക്കിയത്? മീഡിയമാണ്. പ്രതിബിംബത്തെ പോലും ഇളക്കാനുള്ള ശക്തി മീഡിയത്തിനുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി പരമാത്മാവാണ് ബിംബമെങ്കിൽ ആ പ്രതിബിംബം എവിടെ നിന്ന് വന്നു? ഇവിടുത്തെ മീഡിയം ഏതാണ്? നമ്മുടെ മനസ്സാകുന്ന മീഡിയത്തിലാണ് ആ ജീവാത്മാവാകുന്ന പ്രതിബിംബം വന്നത്. ഇപ്പൊ ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ എന്ന അഹന്തയുണ്ടല്ലോ, മനസ്സിലാണ് ഇരിക്കുന്നത്. മനസ്സാകുന്ന മീഡിയത്തിൽ പ്രതിഫലിച്ച ഈശ്വര ചൈതന്യമാണ് ജീവാത്മാവാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ഞാനെന്ന വ്യക്തിവിശേഷം. അതുകൊണ്ട് ഓരോരുത്തരുടെയും ജീവൻ ഒരുപോലെയാണെങ്കിലും ഓരോരുത്തരിലെയും ഞാനെന്ന വ്യക്തിബോധം സംസ്കാരങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരാൾ സ്വാർത്ഥനാകുന്നതും ഒരാൾ നിസ്വാർത്ഥനാകുന്നതും ഒരാൾ ക്രോധമുള്ളവനാകുന്നതും ഒരാൾ ക്രോധമില്ലാത്തവനാകുന്നതും ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ഹിസ് മൈൻഡ്. ഇതാണ്. അപ്പൊ നമ്മുടെ മൈൻഡിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിവിശേഷങ്ങൾ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ജീവാത്മാവിനെ നിലനിർത്തുന്നത് ആരാണ്? പ്രതിബിംബമാക്കി മാറ്റുന്നത് മീഡിയമാണ്. ഇവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് മനസ്സാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ആ മനസ്സ് വെള്ളം വറ്റിയാൽ പ്രതിബിംബമില്ലാത്തതുപോലെ മനസ്സ് ഇല്ലാതെയായാൽ ഈഗോ ഇല്ല. എപ്പോഴെങ്കിലും മനസ്സില്ലാത്ത സമയത്ത് ഈഗോ ഇല്ലാത്തൊരനുഭവം നമുക്ക് വന്നിട്ടുണ്ടോ? പ്രതിബിംബമില്ലാത്തൊരു സമയം. ഉറക്കത്തിൽ മനസ്സില്ല, അതുകൊണ്ട് അഹന്തയുമില്ല, ഈഗോയുമില്ല. ശരിയാണോ? നിങ്ങളെ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്ന സമയത്ത് നിങ്ങളെന്ന വ്യക്തിവിശേഷവും എവിടെയില്ല? ഡോക്ടറുടെ മുന്നിലില്ല. അതുകൊണ്ട് ഡോക്ടർക്ക് സുഖമായിട്ട് കയറി മുറിക്കാൻ നിങ്ങളെ. എന്റെ ശരീരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബഹളം വെക്കില്ല. ഉണ്ടോ? കാരണം നിങ്ങൾ അങ്ങനെ തളർന്നു കിടക്കുക. വേണമെങ്കിൽ കീറുകയോ മുറുക്കുകയോ എടുക്കുക, എന്ത് വേണം ചെയ്തോ. കിഡ്നിയോ ചട്നിയോ എന്താ വെച്ചോ ചെയ്തോ. നമുക്കൊരു വിഷമമില്ല. കാരണം ഇതെന്റെ ശരീരമാണെന്നുള്ള ബോധം എവിടെയില്ല? ആ ഓപ്പറേഷൻ സമയത്ത് നമുക്കില്ല. എത്ര കാലം മനസ്സുണ്ടോ അത്ര കാലം ഈഗോ ഉണ്ട്. മനസ്സിന്റെ സംസ്കാരത്തിനനുസരിച്ച് ഈഗോ ഓരോരുത്തരിൽ നിന്നും വ്യത്യാസമായി തീരും. എന്നാൽ ഏതൊരു മനസ്സാണോ പരമാത്മാവാകുന്ന ബിംബത്തിന്റെ നേരെ തിരിയുന്നത്, ബിംബവും പ്രതിബിംബവും മുഖാമുഖം വരുന്നത്, അവസാനം ആ മനസ്സ് ആ ബിംബത്തിലേക്ക് അങ്ങോട്ട് ചേർന്നാൽ അതിലിരിക്കുന്ന പ്രതിബിംബവും അതിലേക്ക് ലയിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സാധന എന്ന് പറയുന്നത് എന്തായിരിക്കണം? മനസ്സിനെ ബിംബത്തിലേക്ക് തിരിക്കല്, പരമാത്മാവിലേക്ക് തിരിക്കല്. അതേ മനസ്സിനെ ശരീരത്തിലേക്ക് തിരിക്കുമ്പോ ഈ ശരീരത്തിനൊരു പരിമിതി ഉള്ളതുകൊണ്ട് മനസ്സ് സ്വാർത്ഥതയാകുന്ന പരിമിതിയിലേക്ക് വീഴും. അപ്പോഴാണ് ഞാനെന്നും എനിക്കെന്നും എന്റേതെന്നുമുള്ള ചെറിയ ചിന്തയിലേക്ക് മനുഷ്യൻ വീഴുന്നത്. ഇപ്പൊ ഞാനെന്ന സ്വാർത്ഥത കാണിക്കുന്നവരുടെയൊക്കെ മനസ്സ് കൂടുതൽ നിൽക്കുന്നത്
ഫിസിക്കൽ ലെവലിലാണ്, ബോഡി ലെവലിലാണ്. എന്നാൽ ഏതൊരാളാണോ ഈശ്വരനിലേക്ക് തിരിയുന്നത്, അവര് ഞാൻ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഭഗവാന്റെ ഒരു ദാസൻ എന്ന ഭാവത്തിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കും. അവരെന്റെ എന്ന് പറയുന്നതിന് പകരം ഇതെല്ലാം ഭഗവാന്റെ എന്ന് അവർക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് അവർക്ക് ഈഗോ അവരെ ഹർട്ട് ചെയ്യില്ല. സ്വാർത്ഥത കൂടുന്തോറും ഈഗോ കൂടും, ഈഗോ കൂടുന്തോറും അജിറ്റേഷൻ കൂടി വരും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞോളാം, എപ്പോഴൊക്കെ നമ്മളെ മെന്റൽ ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടോ, മെന്റലി നിങ്ങൾ അജിറ്റേറ്റഡ് ആയിട്ടുണ്ടോ, അപ്പൊ തിരിച്ചറിഞ്ഞോളാം അത്രമാത്രം ഞാൻ ഈഗോ ഓറിയന്റഡ് ആണ്. എനിക്കിത് നടക്കണം, പിടിവാശി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും, ഒരു ഹയസ്റ്റ് എക്സ്പെക്ടേഷൻ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇത് നമ്മളെ കൂടുതൽ തളർത്തുന്നവരെ. വയസ്സാകും തോറുമുണ്ടല്ലോ ഈ ഫിസിക്കൽ റിലേഷൻ നമുക്ക് കൂടും. അതുകൊണ്ടാണ് നമ്മൾ പൊസസീവ് ആവുന്നത്. ദ മോർ ദ പൊസസീവ്നെസ്, ദ മോർ ദ ഡിസ്റ്റർബൻസ്. അതുകൊണ്ടാണ് വയസ്സാകുന്നവർ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. വയസ്സാകുന്നവർക്ക് മനസ്സ് ഉയർത്താൻ പറ്റാത്ത അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വയസ്സാകും തോറും മനസ്സിനെ ഫിസിക്കൽ ലെവലിൽ നിന്നും ഈശ്വര ലെവലിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പൊസസ് ചെയ്യില്ല, നമ്മൾ ഈശ്വരനെ പൊസസ് ചെയ്യാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പൊസസ് ചെയ്യുന്നത്? കാരണം പ്രായം കൂടുന്തോറും ശരീരം തളരും. അപ്പൊ എന്റെ ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ എനിക്ക് മറ്റൊരാളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പൊസസ് ചെയ്യും. ഭർത്താവ് ഭാര്യയെ പൊസസ് ചെയ്യും, ഭാര്യയെ കിട്ടിയിട്ടില്ലെങ്കിൽ മക്കളെ പൊസസ് ചെയ്യും. ഭാര്യയ്ക്കറിയാം ഭർത്താവ് മുന്നേ മരിക്കും, അതുകൊണ്ട് ഭർത്താവിനെ ഒരിക്കലും ഭാര്യയെ പൊസസ് ചെയ്യില്ല. ഭാര്യ എപ്പോഴും മക്കളെ പൊസസ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരൊക്കെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവുന്നത്. മനസ്സിലായില്ലേ? വയസ്സാകും തോറും ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും കലഹമുണ്ടാക്കാൻ കാരണം എന്താണ്? എല്ലാ കാര്യത്തിനും ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. കേങ്ക ഒന്നും മിണ്ടാതിരിക്കുവോ എന്ന് പറയും ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഭർത്താവിനോട്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നെന്തിനാ വിളിക്കണം, നിങ്ങൾക്ക് വേണ്ടി ചെയ്തൂടെ ഇത് ചോദിക്കും. ഇതേ വാക്കുകള് അമ്മയോട് ആര് പറയും? മക്കൾ പറയും. കാരണം അവരെ പൊസസ് ചെയ്യും അവര്. ഇതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ നമുക്കും ഒരു ഭാരമാവില്ല, നമ്മൾ മറ്റുള്ളവർക്കും. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്ന ലൈഫ് നല്ല അർത്ഥം. അത് നമ്മൾ ഇന്ന് വേണ്ടാത്ത വ്യാഖ്യാനം കൊടുത്ത് ഒപ്പിച്ചതാണ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ജീവിതത്തെയാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ. സ്പിരിറ്റ് ഓറിയന്റഡ് ലൈഫാണത്, ടെമ്പിൾ ഓറിയന്റഡ് ലൈഫ് അല്ലത്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത സ്പിരിറ്റ് അല്ല. സാധാരണ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിൽ ആൾക്കാർ എടുക്കുക. സ്പിരിച്വൽ ആയിരിക്കുന്ന സ്പിരിറ്റ് തന്നെ ഈ നിമിഷം നിലനിർത്തുന്ന സ്പിരിറ്റിനെ പരമാത്മാവായി ഭഗവാനായി കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് തന്റെ മനസ്സിനെ നയിക്കുന്ന ജീവിതത്തെയാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. അതിനെയാണ് ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോ ആത്മീയ ജീവിതമല്ല പലരും നയിക്കുന്നത്, ദൈവീക ജീവിതമാണ് നയിക്കുന്നത്. ദൈവീകം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കാണാൻ പോവുക, ദൈവത്തിനോട് വല്ലതും പ്രാർത്ഥിക്കുക. അമ്പലത്തിൽ പോലും പോകുന്നത് ദൈവീക ജീവിതത്തിന് വേണ്ടിയിട്ടാവരുത്. എന്തിനാവണം? എന്റെ ആത്മാവ് തന്നെയാണ് ഞാൻ തൊഴുന്ന ഭഗവാൻ എന്ന് ഉറപ്പിക്കാനായിരിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ ബിംബത്തിന്റെ പ്രതിബിംബം നമ്മൾ തിരിച്ചറിയൂ. ബിംബമായിരിക്കുന്ന പരമാത്മാവ് മനസ്സാകുന്ന മീഡിയത്തിൽ പ്രതിഫലിച്ചതാണ് ഈഗോ ആകുന്ന എന്റെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത്. ഞാനെന്ന അഹങ്കാരം, ഞാനെന്ന സംസ്കാരം, ആ മനസ്സിനെ ഞാൻ മാറ്റിയെടുക്കണം. നേരത്തെ ശരീര താതാത്മ്യം പ്രാപിച്ച മനസ്സിനെ എനിക്ക് എന്റെ ഞാൻ എന്നുള്ള ചിന്തകളിൽ കുരുങ്ങി നിന്ന മനസ്സിനെ എല്ലാം ഭഗവാന്റെ ഭഗവാന്റെ ഭഗവാന്റെ, ഞാനും ഭഗവാന്റെ, എന്റെ കൂടെയുള്ളവരും എല്ലാം ഭഗവാന്റെ എന്ന രീതിയിൽ ഇതിനെയൊക്കെ എങ്ങോട്ട് മാറ്റണം? ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടാൽ, ഞാൻ ഭഗവാനെ പൊസസ് ചെയ്യാൻ തുടങ്ങിയാൽ ഞാനും എനിക്കൊരു പ്രശ്നമാവില്ല, ഞാൻ മറ്റുള്ളവർക്കും ഒരു പ്രശ്നമാവില്ല, മറ്റുള്ളവരുടെ സാന്നിധ്യവും അസാന്നിധ്യവും എനിക്കൊരു പ്രശ്നമാവില്ല. ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ
യോഗരതോ വാ ഭോഗരതോ വാ സങ്കരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. യോഗരതോ വാ യോഗവിഹീന ഭോഗരതോ വാ ഭോഗവിഹീന രമതേ ചിത്തം ബ്രഹ്മണി നന്ദതി നന്ദതി നന്ദതി. ആരുടെ ചിത്തം ഈശ്വരനിൽ രമിക്കുന്നുവോ അവർക്കെപ്പോഴും ആളുണ്ടായാലും പരമാനന്ദം, ആളുകളില്ലെങ്കിലും പരമാനന്ദം.